എല്ലാവർക്കും റെയിൻഫോഴ്സ് എഡ്യൂക്കേഷന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിൽ ഒരു ഡോഗ്ലെഗ് സ്റ്റെയർ കേസിന്റെ ഡിസൈൻ പ്രോബ്ലം ആണ്. ഒരു ഡോഗ്ലെഗ് സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലും അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിങ്ങുകളിലും മെജോറിറ്റി ആയി പ്രൊവൈഡ് ചെയ്തു വരുന്ന ഒരു തരം സ്റ്റെയർ ആണ്. ഈ ഒരു ഡോഗ്ലെഗ് സ്റ്റെയറിന് 2 ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും, ലാൻഡിങ്ങുകളും ഉണ്ടായിരിക്കും. 2 ഫ്ലൈറ്റുകൾ തമ്മിലുള്ള ടേണിംഗ് 180 ഡിഗ്രി ടേണിംഗ് ആയിരിക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ ഡോഗ്ലെഗ് സ്റ്റെയർ കേസിന്റെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് പോകാം. 2021 ഡിസംബർ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ എ സ്റ്റെയർ കേസ് ടു ബി പ്രൊവൈഡഡ് ഇൻ an office building in 2 straight opposite flight of 1.35 meter width connected by a landing for a floor height of 3.3 meter. The landing, which is 1.35 meter wide, spans in the same direction as the stair slab. The rise and tread shall be 150 mm and 300 mm respectively. The weight of the finishes 1 kN per meter square, live load 5 kN per meter square. Use M20 concrete and Fe450 grade steel. അപ്പോൾ നമുക്ക് 2 ഫ്ലൈറ്റുകളുടെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 1.35 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഫ്ലോറുകൾ തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 മീറ്റർ ആണ്. ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.35 മീറ്റർ ആണ്. അതുപോലെ തന്നെ ട്രെഡിന്റെ റൈസിന്റെ ഡൈമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ലോഡുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും ഗ്രേഡും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോഗ്ലെഗ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് ഏത് തരത്തിലാണ് സ്പാൻ ചെയ്തിരിക്കുന്നത് എന്നത്. മെയിൻലി ഡോഗ്ലെഗ് സ്റ്റെയർ കേസ് 2 രീതിക്കാണ് സ്പാൻ ചെയ്യുക. ഒന്ന് സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ഹൊറിസോണ്ടലി ആൻഡ് സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ലോങ്ങിറ്റ്യൂഡിനലി. സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിന്റെ സൈഡുകളിലായിരിക്കും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ലോങ്ങിറ്റ്യൂഡിനലി സ്പാനിങ് എന്ന് പറയുമ്പോൾ ലാൻഡിങ്ങിന്റെ 2 എൻഡുകളിലായിരിക്കും സപ്പോർട്ട് ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് ഈ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സ്റ്റെയറിന്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ ലാൻഡിങ് വിച്ച് ഈസ് 1.35 മീറ്റർ വൈ സ്പാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ സ്റ്റെയർ സ്ലാബ്. അതായത് ലാൻഡിങ് സ്റ്റെയർ സ്ലാബിന്റെ അതേ ഡയറക്ഷനിലാണ് സ്പാൻ ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ലോങ്ങിറ്റ്യൂഡിനലി സ്പാൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയറിന്റെ ഡിസൈൻ ആണ്. ലോങ്ങിറ്റ്യൂഡിനലി സ്പാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയറിന്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 2 സപ്പോർട്ടുകളുടെ ഇടയിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകാം. ഇതുപോലുള്ളൊരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഒരു പബ്ലിക് ബിൽഡിങ്ങിന്റെ ഡിസൈൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് ഫ്ലോറുകൾ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും 2 ഫ്ലോറുകളുടെ ഇടയിലുള്ള ഒരു സ്റ്റെയർ ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ടാവുക. അപ്പോൾ 2 ഫ്ലൈറ്റുകളും 2 ലാൻഡിങ്ങുകളും അടങ്ങിയിട്ടായിരിക്കും 2 ഫ്ലോറുകൾ തമ്മിലുള്ള ഇടയിലുള്ള സ്റ്റെയർ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റെയർ കേസിന്റെ ഡിസൈനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗീവൻ ഡാറ്റാസ് എന്തെല്ലാമെന്ന് കൂടി നോക്കാം. നമുക്ക് 2 ഫ്ലൈറ്റുകളുടെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 1.35 മീറ്റർ. അതുപോലെ തന്നെ ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 1.35 മീറ്റർ. ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 മീറ്റർ ആണ്. റൈസ് എന്ന് പറയുന്നത് 150 mm ആണ്. ട്രെഡ് എന്ന് പറയുന്നത് 300 mm ആണ്. ലൈവ് ലോഡ് ഈക്വൽ ടു 5 kN per meter square. Floor finish 1 kN per meter square. And the compressive strength of the concrete FCK is equal to 20 Newton per mm square. Yield strength of the steel FY is equal to 450 Newton per mm square. നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഡിസൈനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം വെച്ചുകൊണ്ട് ബാക്കി ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ പ്രൊപ്പോർഷനിങ് ഓഫ് വേരിയസ് ഡയമെൻഷൻ ഓഫ് സ്റ്റെയർ കേസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസ്. ലാൻഡിങ്ങിന്റെ വിഡ്ത്തും ഫ്ലൈറ്റിന്റെ വിഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് ആൻഡ് ട്രെഡിന്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്.
സപ്പോസ് ക്വസ്റ്റ്യനിൽ സ്റ്റെയർ റൂമിന്റെ സൈസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യുകയാണ് ചെയ്യാറ്. ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് അസ്യൂം ചെയ്തിട്ട് സ്റ്റെയർ റൂമിന്റെ വിഡ്ത്തിൽ നിന്ന് 2 ഫ്ലൈറ്റുകളുടെ വിഡ്ത്ത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു പോർഷൻ, ആ പോർഷൻ ഈ ഫ്ലൈറ്റുകളുടെ ഇടയിലുള്ള സ്പേസിംഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റെയർ റൂമിന്റെ സൈസ് ഒന്നും തന്നിട്ടില്ല. സോ 2 ഫ്ലൈറ്റുകളുടെ ഇടയിലുള്ള ഈ ഒരു ഡയമെൻഷൻ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. So assume the space between 2 flight equal to 0.3 meter. So നമ്മുടെ width of the staircase എന്ന് പറയുന്നത് 2 ഫ്ലൈറ്റുകളുടെ width, അതുപോലെ തന്നെ ആ ഫ്ലൈറ്റുകളുടെ widthന്റെ കൂടെ സ്പേസ്, ഈ ഒരു ഇടയിലുള്ള സ്പേസിന്റെ widthും ആഡ് ചെയ്യുന്നതായിട്ട് വരും. So the width of the staircase equal to 1.35 plus 0.3 plus 1.35 which is equal to 3 meter. നമുക്ക് നമ്മുടെ ഫ്ലോറിന്റെ ഹൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്, 3.3 മീറ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ ഡോഗിലൊക്കെ സ്റ്റെയർ കേസ് 2 ഫ്ലൈറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം 2 ഫ്ലൈറ്റുകളിൽ ഈക്വൽ നമ്പർ സ്റ്റെപ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഒരു ഫ്ലൈറ്റിൽ എത്ര സ്റ്റെപ്പുകൾ ഉണ്ടെന്നോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഫ്ലൈറ്റിന്റെ ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 മീറ്റർ ആണ്. 3.3 മീറ്റർ നമുക്ക് 2 ഫ്ലൈറ്റുകൾ വെച്ച് കവർ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 ഡിവൈഡ് ബൈ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1.65 മീറ്റർ. അങ്ങനെ നമുക്ക് ഒരു ഫ്ലൈറ്റിന്റെ ഹൈറ്റ് കിട്ടി, 1.65 മീറ്റർ ആണ്. സോ നമുക്ക് എത്ര റൈസുകൾ കൊണ്ടാണ് ആ ഒരു 1.65 മീറ്റർ കവർ ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു റൈസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 mm ആണ്. സോ 1.65 മീറ്റർ ഹൈറ്റ് നമുക്ക് കവർ ചെയ്യുന്നതിന് എത്ര റൈസ് വേണമെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു ഫ്ലൈറ്റിന്റെ ഹൈറ്റിന് ഒരു റൈസിന്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമുക്ക് 11 ആൻസർ കിട്ടും. സോ നമ്പർ ഓഫ് റൈസസ് നീഡഡ് ഇൻ ഈച്ച് ബൈറ്റ് ഈക്വൽ ടു 11. അടുത്തതായിട്ട് നമുക്ക് എത്ര ത്രെഡ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൈസിൽ നിന്ന് 1 കുറച്ച് കിട്ടുന്ന വാല്യൂ ആയിരിക്കും. നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവാം, നമുക്കിവിടെ 11 റൈസുകളാണ് നമുക്കുള്ളത്. ആ 11 റൈസുകളുടെ ഇടയിൽ 10 ത്രെഡുകളാണ് ഉണ്ടായിരിക്കുക. സോ നമ്പർ ഓഫ് ത്രെഡ് ഈക്വൽ ടു നമ്പർ ഓഫ് റൈസ് മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 10 നമ്പേഴ്സ്. സോ ടോട്ടൽ 10 സ്റ്റെപ്പുകൾ കൊണ്ടാണ് നമ്മളൊരു ഫ്ലൈറ്റ് കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു ത്രെഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ് തന്നിട്ടുണ്ട്. അത് വെച്ച് ടോട്ടൽ ഗോയിങ്ങിന്റെ വിഡ്ത്ത്, അതായത് ഒരു ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ടോട്ടൽ ഗോയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലാൻഡിംഗ് പോർഷനിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി സെക്കൻഡ് ലാൻഡിംഗ് പോർഷനിലേക്ക് എത്തുന്ന വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടോട്ടൽ ഗോയിങ് എന്ന് പറയുക. അതായത് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടോട്ടൽ ഗോയിങ്. സോ നമുക്കറിയാം ഒരു ത്രെഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്. സോ നമുക്കിവിടെ ടോട്ടൽ 10 ത്രെഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ടോട്ടൽ ഗോയിങ് എന്ന് പറയുമ്പോൾ 10 into 300 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3000 mm. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രപ്പോർഷനിങ് ഓഫ് ഡയമെൻഷൻ ഓഫ് സ്റ്റെയർകേസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്കോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയർകേസിന്റെ എഫക്റ്റീവ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ സ്റ്റെപ്പ് 2 ഈക്വൽ ടു എഫക്റ്റീവ് സ്പാൻ ഓഫ് ദ ഫ്ലൈറ്റ്. നമുക്കറിയാം ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെയർകേസ് എന്ന് പറയുന്നത് 2 എൻഡുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ലാൻഡിങ്ങിന്റെ 2 എൻഡുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റെയർകേസ് ആണ്. സോ ലോങ്ങിറ്റ്യൂഡിനലി സ്പാൻ ചെയ്യുന്ന സ്റ്റെയർകേസിന് നമ്മുടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾസ് ആണ് വരിക. IS 456 ക്ലോസ് 33.1 സി പാരഗ്രാഫിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ദ എഫക്റ്റീവ് സ്പാൻ ഈക്വൽ ടു ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾസ്. നമുക്കറിയാം, നമുക്ക് ഇവിടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ടിന്റെ വിഡ്ത്തുകളൊന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ നമുക്കത് ഒരു 230 mm നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാം. നോർമലി നമ്മൾ 230 mm വാൾസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. അതുകൊണ്ട് 230 mm ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തെടുത്തു.
സോ നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 230 mm divided by 2 plus 1350 plus 3000 plus 1350 plus 230 divided by 2, which is equal to 5930 mm. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 5.93 മീറ്റർ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സോ നമുക്കിനി വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് കണ്ടുപിടിക്കാം. നമ്മുടെ വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ സ്ലാബിനെയാണ് നമ്മൾ വേസ്റ്റ് സ്ലാബ് എന്ന് പറയുക. അതായത് ഈ റൈസ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു തിക്നെസ്, ഇതാണ് നമ്മുടെ വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് L/D റേഷ്യോ 25 എഴുതുക. സോ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് D = L/25 വരും. അപ്പൊ എല്ലിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയുടെ ഡയമെൻഷൻ 237.2 mm എന്ന് വരും. നമുക്കിത് റൗണ്ട് ചെയ്ത് ഒരു 250 mm ആയിട്ട് എടുക്കാം. നമുക്ക് ടോട്ടൽ ഡെപ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്കൊരു കവർ അസ്യൂം ചെയ്യണം. നോർമലി സ്റ്റെയർ കേസിന് 30 mm കവറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. സോ എഫക്റ്റീവ് ഓറിക്കൽ ടു 30 mm. സോ വേസ്റ്റ് സ്ലാബിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് ഓഫ് ദ വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് എഫക്റ്റീവ് കവർ വരും. സോ ക്യാപിറ്റൽ D = 280 mm. സ്റ്റെപ്പ് 4 പോകാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യേണ്ടതുണ്ട്. മെയിൻലി ഒരു സ്റ്റെയർ 2 പാർട്ടുകളാണ്. 2 പാർട്ടുകളിലാണ് ലോഡ് വരിക. ഒന്ന് നമ്മുടെ ഫ്ലൈറ്റിൽ വരും, പിന്നെ ലാൻഡിങ്ങിൽ വരും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്ലൈറ്റിലുള്ള ലോഡുകൾ കണ്ടുപിടിക്കും. സോ ലോഡ്സ് ഓൺ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിൽ തന്നെ 2 പോർഷനിൽ നമുക്ക് ഡെഡ് ലോഡ് വരും. ഒന്ന് ഫ്ലൈറ്റിലുള്ള സ്റ്റെപ്പിന്റെ പോർഷനിൽ, 2 ഫ്ലൈറ്റിലുള്ള വേസ്റ്റ് സ്ലാബിന്റെ പോർഷനിലാണ് നമുക്ക് ഡെഡ് ലോഡ് വരാം. സോ സ്റ്റെപ്പിലെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 25R/2 ആണ്. R is in meters. സോ നമ്മുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 25 × 0.15/2 = 1.875 kN/m. ഇതിൽ 25 എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് നമ്മുടെ റൈസിന്റെ ഡയമെൻഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് സ്ലാബിന്റെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാം. വേസ്റ്റ് സ്ലാബിന്റെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 25√R² + T² / 2 ആണ്. R എന്ന് പറയുന്നത് നമ്മുടെ റൈസിന്റെ ഡയമെൻഷൻ, T എന്ന് പറയുന്നത് നമ്മുടെ ട്രെഡിന്റെ ഡയമെൻഷൻ, D എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഡെപ്ത്. നമ്മുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7.826 kN/m എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 7.826 + 1.875 which is equal to 9.70 kN/m. നമുക്ക് ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 kN/m² ആണ്. സോ മീറ്റർ സ്ക്വയറിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ kN/m ആക്കാൻ വേണ്ടി 1 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 kN/m വിഡ്ത് ഓഫ് സ്റ്റെയർ കേസ് എന്ന യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഫ്ലോർ ഫിനിഷ് അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 1 kN/m എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. സോ നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് ഫ്ലോർ ഫിനിഷ് വരും, which is equal to 15.70 kN/m. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ ലോഡിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടതുണ്ട്. സോ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഫാക്ടർ ലോഡ് is equal to 1.5 × 15.70 which is equal to 23.55 kN/m. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെ ലോഡുകളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ലാൻഡിങ്ങിലെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ലാൻഡിങ്ങിലെ ഡെഡ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾ 1 മീറ്ററിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലാൻഡിങ്ങിലെ ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ 25 × 1 × 0.280 നമ്മുടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 1 മീറ്റർ × ആ ഒരു ലാൻഡിങ് സ്ലാബിന്റെ ഡെപ്ത്. നമ്മൾ വേസ്റ്റ് സ്ലാബിന്റെ അതേ ഡെപ്ത് തന്നെയാണ് നമ്മൾ ലാൻഡിങ്ങിന് കൊടുക്കുക. സോ ഡെഡ് ലോഡ് is equal to 7 kN/m.
ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 5 kN/m. അതുപോലെ തന്നെ ഫ്ലോർ ഫിനിഷ് 1 kN/m. നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 13 kN/m വരും. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. നമ്മുടെ ഫാക്ടർ ലോഡ് = 19.5 kN/m എന്ന് വരും. ആണ് നമ്മുടെ ലാൻഡിങ്ങിലും ഫ്ലൈറ്റിലും ലോഡുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റെപ്പ് 5 ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോഴ്സുകളെ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫോഴ്സുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഫ്ലൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതുപോലെ തന്നെ ലാൻഡിങ്ങുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ നമുക്ക് അറിയാം, നമ്മുടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 5.93 മീറ്റർ ആണ്. സോ ആ 5.93 മീറ്ററിൽ നമ്മുടെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് നമുക്കൊരു ബീമിൽ ആക്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വരയ്ക്കുമ്പോൾ നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് വരാം. നമ്മൾ ഫ്ലൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് വിച്ച് വിൽ ബി 23.55 kN/m. UDL ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഗോയിങ്ങിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ വരും. അതുപോലെ തന്നെ ലാൻഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 19.5 kN/m. നമ്മുടെ ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് പ്ലസ് സപ്പോർട്ടിന്റെ വിഡ്ത്തിന്റെ പകുതിയും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അങ്ങനെ 2 സൈഡിലും ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് 2 റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 റിയാക്ഷൻസ്, 2 എൻഡുകളിലായിട്ട് 2 RA RB എന്ന് പറയുന്ന 2 റിയാക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RAയുടെ RBയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷനിൽ അറിയാം, ദ ആൾജിബ്രൈക് സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ അപ്വേർഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്ന RA RB മാത്രമേ ഉള്ളൂ. ഡൗൺവേർഡ് ആയിട്ടുള്ള നമുക്ക് 3 UDL ഉണ്ട്. 19.5ന്റെ 2 UDLും 23.55 kN/m ഒരു UDLും. അപ്പോൾ RA പ്ലസ് RB എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മുടെ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ RA പ്ലസ് RB ഈക്വൽ ടു 19.5 × 1.465 പ്ലസ് 23.55 × 3 പ്ലസ് 19.5 × 1.465 വിച്ച് വിൽ ബി ഈക്വൽ ടു 127.785 kN. അപ്പോൾ നമ്മുടെ RA പ്ലസ് RBയുടെ സം എന്ന് പറയുന്നത് നമുക്ക് 127.785 kN നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബീം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് ആയിട്ടുള്ള ഫിഗർ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ RAയുടെയും RBയുടെയും ഫോഴ്സുകൾ രണ്ടും ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഇത് സിമെട്രിക് അല്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ മറ്റൊരു ഇക്വേഷനായ സിഗ്മ m = 0, അതായത് മൊമെന്റിന്റെ സം ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കണമായിരുന്നു. ഇതിപ്പോ സിമെട്രിക് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. RA ആൻഡ് RB വിൽ ബി ഈക്വൽ ആയിരിക്കും. അതായത് ഈ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സിന്റെ സമ്മിന്റെ ഹാഫ് ആയിരിക്കും RAയും RBയും. സോ RA = RB = 127.785 divided by 2 which will be equal to 63.89 kN. സോ നമുക്ക് നമ്മുടെ ഡയഗ്രാമിലുള്ള എല്ലാ ഫോഴ്സുകളും നമുക്ക് ലഭിച്ചു. നമുക്കിനി ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു ലോഡിംഗ് കണ്ടീഷൻ ഉള്ള ഒരു ഡയഗ്രാമാണ്. സോ ഇതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് സ്പാനിലായിരിക്കും. അതായത് ഈ ഒരു ടോട്ടൽ സ്പാനിന്റെ ഹാഫിലായിരിക്കും അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മിഡ് സ്പാനിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്തെടുക്കാം. എന്നിട്ട് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. സോ നമ്മുടെ അൾട്ടിമേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് 63.89 ആണ്. സോ 60.3.89 ഇൻറ്റു മിഡ് സ്പാനിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി 3/2 പ്ലസ് 1.465. ഇത് റിയാക്ഷൻ RB എന്ന് പറയുന്ന ഒരു സാഗിങ് മൊമെന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് പോസിറ്റീവ് കൊടുക്കാം. ദെൻ നമുക്ക് അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 19.5 kN/m. നമുക്ക് അതിന്റെ മൊമെന്റ് എടുക്കാം. സോ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഈ ടോട്ടൽ ഫോഴ്സിന്റെ മിഡിലായിട്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 19.5 × 1.465
അത് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും. സോ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ മിഡ് സ്പാനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1.465 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 ഡിവൈഡ് ബൈ 2 എന്ന് ലഭിക്കും. സോ ഇതൊരു ഹോക്കിംഗ് മൊമെന്റ് ആണ്, മുകളിൽ നിന്ന് അടിയിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ നെഗറ്റീവ് സൈൻ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത ഈ 23.55 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ നമുക്ക് മിഡ് സ്പാനിന്റെ ഈ ഒരു പോർഷനിലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണമുള്ള മൊമെന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1/4 ഓഫ് ദിസ് ലെങ്ത് ഓഫ് ദിസ് സ്പാൻ. ദെൻ നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 23.55 ആണ്. അതൊരു 3/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 23.55 ഇൻറ്റു 3/2 ആൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്നുള്ള മിഡ് സ്പാനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെ വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 3/4. ദെൻ നമ്മളിതിൻ്റെ എല്ലാം സം ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ഹോക്കിംഗ് മൊമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനും നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തിട്ട് സം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 127.785 കിലോമീറ്റർ മീറ്റർ എന്ന് ലഭിക്കും. സോ അൾട്ടിമേറ്റ് മൊമെന്റ് ഈക്വൽ ടു 127.785 കിലോമീറ്റർ മീറ്റർ. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ആ എഫക്റ്റീവ് ഡെപ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ MUയും MU ലിമിറ്റായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ MU ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ IS 456 നമ്മുടെ ബീമിനും സ്ലാബിനൊക്കെ ഉപയോഗിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ MU ലിമിറ്റ് ഈക്വൽ ടു 0.36 XU max by D into 1 minus 0.42 XU max by D into PD square FCK. XU max by D നമുക്ക് കോഡിൽ നിന്ന് ലഭിക്കും. നമ്മുടെ FY എന്ന് പറയുന്നത് 415 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് XU max by D എന്ന് പറയുന്നത് 0.48. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ XU max by D യുടെ വാല്യൂ 0.48 ആൻഡ് B നമ്മൾ സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഒരു മീറ്ററിലോട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ B എന്ന് പറയുന്നത് നമ്മൾ 1000 കൊടുക്കണം. ദെൻ D നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 250 ആയിരുന്നു ആൻഡ് FCK ഈക്വൽ ടു 20. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MU ലിമിറ്റിന്റെ വാല്യൂ 172.45 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് ലഭിക്കും. സോ വി ഹാവ് ടു കമ്പയർ MU വിത്ത് MU ലിമിറ്റ് ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് MU ഈസ് ലെസർ ദാൻ MU ലിമിറ്റ് എന്ന് കിട്ടും. സോ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഡിസൈൻ കറക്റ്റ് ആണ്. നമ്മുടെ ഡെപ്ത് 250 തന്നെ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ പ്രൊസീഡ് ചെയ്യാം. സോ ഡെപ്ത് റേക്കൺ ഈസ് ഓക്കെ. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കലാണ്. സോ അതായത് മെയിൻ റെയിൻഫോഴ്സ്മെന്റ്. സ്റ്റെപ്പ് 7 ഈക്വൽ ടു മെയിൻ റെയിൻഫോഴ്സ്മെന്റ്. ഇത് നമ്മൾ MUന്റെ ഇക്വേഷൻ IS 456 അനക്സ് ജിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള MUന്റെ ഇക്വേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ MU equal to 0.87 FY ASTD into 1 minus AST FY by BD FCK. ഇതിൽ MUവിന് നമുക്ക് നേരത്തെ ലഭിച്ച MUവിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ദെൻ FIയുടെ വാല്യൂ നമുക്കറിയാം 415, ഡിയുടെ വാല്യൂ നമുക്കറിയാം 250 ആൻഡ് ബിയുടെ വാല്യൂ 1000. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് AST കിട്ടും. ദെൻ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ AST ഈക്വൽ ടു 1222.73 millimeter square എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, ദെൻ നമുക്ക് മിനിമം AST ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. മിനിമം ASTക്ക് നമുക്ക് സ്ലാബിൽ ഉണ്ടായിരുന്ന അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. AST മിനിമം ഈക്വൽ ടു 0.12% ഓഫ് BD. സോ AST minimum 0.12% of BD, which equal to 0.12 divided by 100 into 1000 into 280, which is equal to 336 mm square. അപ്പോൾ നമുക്ക് AST നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന AST മിനിമത്തെക്കാളും കൂടുതലാണ്. സോ ഓക്കെ. സോ AST equal to 1222.73 mm square. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പേസിങ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ സ്പേസിങ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ബാറിന്റെ ഡയാമീറ്റർ നമുക്കിവിടെ അസ്യൂം ചെയ്യാം. ഞാനിവിടെ അസ്യൂം ചെയ്തേക്കുന്ന ഒരു 16 mm ഡയുള്ള ഒരു ബാറാണ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. സോ അസ്യൂം 16 mm ഡയ ബാർസ്. ദെൻ നമുക്ക് സ്പേസിങ് കണ്ടുപിടിക്കാം. സ്പേസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1000 into FI by AST, where FI equal to area of 1 bar
FIയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5/4 into 16 square എന്ന് ആൻഡ് IST equal to 1222.73. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 164.43 mm എന്ന് സ്പേസിംഗ് എന്ന് നമുക്ക് വാല്യൂ കിട്ടും. സ്പേസിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ബാക്കിലോട്ട് റൗണ്ട് ചെയ്ത് 160 mm എന്ന രീതിക്ക് ചൂസ് ചെയ്തെടുക്കാം. ദെൻ ഈ സ്പേസിംഗ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലാബിന്റെ കണ്ടീഷനിൽ ചെക്ക് ചെയ്തിരുന്ന അതേ ചെക്കിംഗ് കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും നമ്മൾ എടുക്കുന്നത്. സോ ചെക്ക് ഫോർ സ്പേസിംഗ്. The spacing should not be greater than minimum of 3D 300 mm and spacing നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന സ്പേസിംഗ് which equal to 160 mm. സോ 3 into D ചെയ്യുമ്പോൾ നമുക്ക് 750 mm എന്ന് കിട്ടും. where D equal to 250. ആൻഡ് ഇതിലെ ഏറ്റവും മിനിമം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതിലെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന സ്പേസിംഗ് തന്നെയാണ്. സോ പ്രൊവൈഡ് 16 mm diaper set 160 mm center to center spacing. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ റെയിൻഫോഴ്സ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 8 ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ ലഭിച്ച AST മിനിമം ആണ്. സോ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റ് ഈക്വൽ ടു AST മിനിമം. ദെൻ AST മിനിമം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച 336 mm² ആയിരുന്നു. ഈ ഒരു AST വെച്ചിട്ട് നമുക്ക് ഇനി സ്പേസിംഗ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 mm ബാറാണ് ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുള്ളത്. ദെൻ സ്പേസിംഗ് ഈക്വൽ ടു 1000 into FI/IST, where FI equal to 5/4 into h² and IST equal to 336. ആൻഡ് വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 149.59 mm എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ലഭിക്കും. ആൻഡ് സ്പേസിംഗ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് റൗണ്ട് ചെയ്യാം. സോ സ്പേസിംഗ് ഈക്വൽ ടു 140 mm. ദെൻ നമുക്ക് സ്പേസിംഗ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സ്ലാബിലെ അതേ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെന്റും സ്പേസിംഗ് ചെക്ക് ചെയ്യുന്നത്. സോ the spacing should not be greater than minimum of 5D and 450 mm and നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന സ്പേസിംഗ് which is equal to 140 mm. ആൻഡ് 5D നമുക്ക് ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1250 എന്നൊരു വാല്യൂ കിട്ടും. ആൻഡ് ഇതിലെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന 140 mm തന്നെയാണ്. സോ വി ക്യാൻ ചൂസ് ദാറ്റ് സ്പേസിംഗ്. സോ പ്രൊവൈഡ് 8 mm diapers at 140 mm center to center spacing. സോ നമ്മുടെ ഡിസൈനിങ്ങിന്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. അവസാന സ്റ്റെപ്പിൽ നമ്മൾ ഡെവലപ്പർ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് IS 456 26.2.1 ഇക്വേഷൻ ഉപയോഗിക്കാം. വേർ LD equal to 5 into sigma s by 4 2BD. 5 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റീൻഫോഴ്സ്മെന്റിന്റെ ഡയാമീറ്റർ ആണ്. 16 mm ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത്. ദെൻ സിഗ്മ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ ബാർ ആണ്. 0.87 FI ആണ് നമ്മൾ സ്ട്രെസ് ഇൻ ബാർ ആയിട്ട് ഉപയോഗിക്കുക. ദെൻ ടോ BD വിച്ച് ഇസ് ഈക്വൽ ടു ഡിസൈൻ ബോണ്ട് സ്ട്രെസ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 26.2.1 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുക. M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.2 ആണ് നമ്മുടെ ടോ BDയുടെ വാല്യൂ. പക്ഷേ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പ്ലെയിൻ ബാർസിന്റെ വാല്യൂ ആണ്. നമ്മൾ ഡിഫോൾഡ് ബാർസ് ആണ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോ ഈ വാല്യൂവിനെ ഡിഫോൾഡ് ബാർസിന്റെ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ദ ഡിഫോൾഡ് ബാർസ് കൺഫോം ടു IS 1786. ദീസ് വാല്യൂസ് ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 60%. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു വാല്യൂവിന്റെ 60% ഈ വാല്യൂവിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യണം. സോ നമ്മുടെ ടോ BD എന്ന് പറയുന്നത് 1.2 into 1.6 വരും. ഈ വാല്യൂസ് എല്ലാം LDയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 752 mm എന്ന് ഡെവലപ്പർ ലെങ്ത് ലഭിക്കും. നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് 800 mm പ്രൊവൈഡ് ചെയ്യും. സോ പ്രൊവൈഡ് 800 mm ഡെവലപ്പർ ലെങ്ത് ഫോർ 16 mm ഡയമീറ്റർ ബാർസ്. അങ്ങനെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ദെൻ നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് കിടക്കാം. സോ സ്റ്റെപ്പ് 10 ഡീറ്റെയിലിംഗ്. നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് വരാം. നമുക്ക് 2 ലാൻഡിങ്ങുകളും ഉണ്ട്, ഫ്ലൈറ്റും ഉണ്ട്. അപ്പോൾ റൈസിന്റെ ട്രെഡിന്റെ ഡയമെൻഷനിൽ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ദെൻ നമുക്ക്
നമ്മുടെ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ സ്ലാബിന്റെ ലാൻഡിങ് സ്ലാബിന്റെ ടോപ്പിൽ നിന്ന് രണ്ടാമത്തെ ലാൻഡിങ് സ്ലാബിന്റെ ടോപ്പിലേക്കാണ്. സോ 16 mm ബാറാണ് നമ്മൾ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാൻഡിങ്ങിന്റെ സ്ലാബിന്റെ ബോട്ടത്തിൽ നിന്ന് വേസ്റ്റ് സ്ലാബിലോട്ട് നമ്മളൊരു റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് അപ് ടു ഡെവലപ്മെന്റ് ലെങ്ത് 800 mm. ദെൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 8 mm ഡയാമീറ്ററിന്റെ ബാറുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എല്ലാം ഓരോ ചെറിയ സർക്കിൾസ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. സോ നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇതുപോലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വീഡിയോസിനായി റെയിൻഫോഴ്സ് എഡ്യൂക്കേഷന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.